ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. മന്ന ടെലിവിഷനിലൂടെ ദൈവവചനം കേൾക്കുവാനായിട്ട്, ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹത്തോടുകൂടെ കാത്തിരിക്കപ്പെടുമ്പോൾ ദൈവാത്മാവ് നിശ്ചയമായി നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീരപ്പെടും. ഹൃദയത്തിന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ഇടപെടുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളോട് ഇടപെടുവാൻ, സംസാരിക്കുവാനായിട്ട് ഇടയായി തീരപ്പെടും. പ്രതീക്ഷയോടുകൂടെ മറ്റെല്ലാ പ്രവൃത്തികളും അല്പസമയത്തേക്ക് മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ പാദാരംഭത്തിലായിരുന്നു ശ്രദ്ധയോടെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെടുന്ന തരത്തിൽ വചനം കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. മറ്റെല്ലാം മാറ്റിവെക്കാം. അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ദൈവാലോചനകളെ ശ്രവിക്കാം, ദൈവവചനത്തെ ഏറ്റെടുക്കാം. അതിന് ദൈവം സഹായിക്കട്ടെ. അല്പസമയം ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 18-ാമത്തെ തിരുവചനം. മർക്കോസ് സുവിശേഷം 14 അതിന്റെ 18-ാമത്തെ തിരുവചനം. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടെ, അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ജീവിത സാഹചര്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകാതെ, വീണു പോകാതെ ദൈവസന്നിധിയിൽ ഉറപ്പോടുകൂടെ നിന്ന് വിജയകരമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുവാൻ തിരുപാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുന്ന് കർത്താവെ അങ്ങയുടെ കൈക്കിണങ്ങി ആയുധമാക്കി അങ്ങ് പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളോട് കർത്താവ് സംസാരിക്കണമേ. ഇവരെ ധൈര്യപ്പെടുത്തണം, ബലപ്പെടുത്തണം, ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ പുതിയ തീരുമാനങ്ങൾ എടുക്കട്ടെ. ഇവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ശുശ്രൂഷയെ ദൈവം നിയന്ത്രിക്കണം. കർത്താവ് ഏറ്റെടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിന്റെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തില്, അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യത്തെയാണ് കർത്താവ് ഇവിടെ വിവരിക്കുന്നത്, അല്ലെങ്കിൽ വരച്ചു കാട്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മോട് കൂടെ നടക്കുന്നവർ, നമ്മളെ ഏറ്റവും വിശ്വസിക്കുന്നവർ, എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും നമ്മോട് കൂടെ താങ്ങായി നിൽക്കും എന്ന് നാം വിചാരിക്കുന്നവർ നമ്മെ ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതൊരു പക്ഷേ ഫ്രണ്ട്സ് ആയിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം. ആരിൽ നിന്ന് വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തില് പ്രവർത്തികൾ ഉണ്ടാകാം. നമ്മെ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാകാം, നമ്മെ ഒറ്റിക്കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ചിലപ്പോഴെങ്കിലും നമ്മോട് കൂടെ നടക്കുവാൻ ആരെങ്കിലുമുള്ള സാഹചര്യവും ഉണ്ടാകാം. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും, ആരൊക്കെ നമ്മെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ നമ്മെ ഒറ്റിക്കൊടുത്താലും, ആരൊക്കെ നമ്മെ കൂടെ നടന്നാലും, ചില കാലഘട്ടത്തിൽ നമ്മോട് കൂടെ നടക്കുന്നവർ മാറിക്കൊണ്ടിരുന്നാലും, ചിലർ ചില ദിവസങ്ങളിൽ, ചില മാസങ്ങളിൽ, ചില വർഷങ്ങളിൽ നമ്മോട് കൂടെ നടക്കും. അത് കഴിയുമ്പോൾ അവർ കാണത്തില്ല. അങ്ങനെ മാറി മാറി കൂടെ നടക്കുന്നവർ മാറിപ്പോയാലും, കൂടെ നടക്കുന്നവർ തള്ളിക്കളഞ്ഞാലും, കൂടെ നടക്കുന്നവർ ഒറ്റിക്കൊടുത്താലും, മാറാതെ നമ്മോട് കൂടെ എപ്പോഴും അദൃശ്യനായി നമ്മോട് കൂടെ നടക്കുന്ന ഒരുവനുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ മാറട്ടെ, വ്യക്തികൾ മാറട്ടെ, പലരും തള്ളിക്കളയട്ടെ, പലരും മാറി നിന്നിട്ട് പലതും പറയട്ടെ, പരിഹസിക്കട്ടെ, ഒറ്റിക്കൊടുക്കട്ടെ, കാണിച്ചു കൊടുക്കട്ടെ. യൂദ യേശുവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുത്തതുപോലെ പലരും നിന്നോട് സ്നേഹത്തോടുകൂടെ ഇടപെടുകയും മാറി നിന്ന് നിനക്ക് വിരോധമായി പറയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അവിടെയൊക്കെ ഒന്ന് മനസ്സിലാക്കുക, കർത്താവ് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിരിക്കുന്നു. ഇവിടെ ഇതാ യേശു തന്റെ ക്രൂശീകരണം ഏറ്റെടുക്കുന്നതിന് മുന്നായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ശക്തി സംഭരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം തന്റെ ശിഷ്യന്മാരോട് യഹൂദന്മാരുടെ ആചാരപ്രകാരം പെസഹ ആചരിക്കേണ്ടതെന്ന് അവർക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട് ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയാണ്. അവിടെയും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കഴുതയെയും അതിന്റെ കുട്ടിയെയും ഒക്കെ സ്വതന്ത്രമാക്കുന്ന കാഴ്ചയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിന് മാന്യത കൽപ്പിക്കുന്ന സാഹചര്യം നമുക്ക്
കാണുവാൻ കഴിയുന്നു. യേശു യെരൂശലേം ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ കഴുതയുടെ മേലാണ്. ഹല്ലേലൂയ. യേശു ആ മഹത്വ പ്രവേശനം കഴിഞ്ഞിട്ട് വരുന്ന പെസഹ ഒരുക്കുന്നതായ ഒരു സാഹചര്യമുണ്ട്. പെസഹ ഒരുക്കുവാനായിട്ട് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയാണ്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക. ഹല്ലേലൂയ. അവിടെ ഒരു കുടം വെള്ളവുമായിട്ട് നിങ്ങളെ എതിരേൽക്കുന്ന ഒരു മനുഷ്യൻ കാണും. അവരോട് ഗുരുവിന് പെസഹ ഒരുക്കുവാൻ ഒരു സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുക. അവർ നിങ്ങൾക്കായി വിരിച്ച് ഒരുക്കിയ വലിയ മാളിക കാണിച്ചു തരും. അവിടെ നിങ്ങൾ നമുക്ക് വേണ്ടി പെസഹ ഒരുക്കിക്കൊള്ളുവനെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വിടുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പെസഹയ്ക്കുള്ള സകല ക്രമീകരണങ്ങളും ചെയ്യുകയും വിരിച്ചൊരുക്കിയ വലിയ മാളിക മുറിയിൽ യേശുവിനും ശിഷ്യന്മാർക്കും പെസഹ ഒരുക്കുകയും അവിടെ പെസഹ കഴിക്കുവാനായിട്ട് യേശു തന്റെ ശിഷ്യന്മാരുമായി കടന്നു വരികയും ചെയ്യുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടെ യഹൂദന്മാരുടെ ആചാരപ്രകാരം പെസഹ അർപ്പിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ യേശുവിന്റെ ഹൃദയം ഒന്ന് കലങ്ങിപ്പോകുകയാണ്. തന്നോട് കൂടെ ഭക്ഷിക്കുന്നവൻ, തന്നോട് കൂടെ ഇത്രയും നാൾ നടന്നവൻ, 3.5 വർഷം താൻ ചെയ്ത അത്ഭുതങ്ങളെ കണ്ടവൻ, താൻ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയവൻ, തൻ്റെ ശിഷ്യൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നുള്ള തിരിച്ചറിവ് അംഗീകരിക്കുവാൻ കഴിയാത്ത വിധം തൻ്റെ മനസ്സിനെ കലക്കിക്കളയുമ്പോൾ യേശു അതൊരു പാഠമായിട്ട് നമ്മുടെ മുന്നിൽ വയ്ക്കുകയാണ്. കൂടെ നടക്കുമെന്ന് നീ വിചാരിക്കുന്നവർ ഒറ്റിക്കൊടുക്കുന്ന, തള്ളിക്കളയുന്ന സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അവിടെ നീ തകർന്നു പോകരുത്. ഹല്ലേലൂയ. നീ യേശുവിൽ മുറുകെ പിടിക്കുക. കർത്താവ് ഇതൊക്കെ അനുഭവിച്ചവനാണ്. നിനക്കൊരു നീക്കുപോക്കിന് വേണ്ടി, നിന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി, നിന്നെ ആ ഒറ്റപ്പെടലിൽ നിന്ന് കരം നീട്ടി എടുക്കുന്നതിന് വേണ്ടി യേശു ഇതൊക്കെ മുന്നമേ അനുഭവിച്ചിരിക്കുന്നു നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. പെസഹ ഒരുക്കി കഴിഞ്ഞപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുവാനായിട്ട് അവിടേക്ക് കടന്നുപോയി. അപ്പോൾ പറയുന്ന ഒരു വാചകമാണ്, അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കും. എന്നോട് കൂടെ നടന്നവൻ എന്നെ കാണിച്ചു കൊടുക്കും. യൂദയുടെ സാഹചര്യം നാം നോക്കുമ്പോൾ യേശുവിന്റെ കൂടെ നടന്നതാണ്. എവിടെ എന്ത് ക്രമീകരണങ്ങൾ ചെയ്യണമെങ്കിലും യൂദ പോകണം. കാരണം പണസഞ്ചി അവന്റെ കയ്യിലാണ്. പണം സൂക്ഷിപ്പുകാരനാണ്, അക്കൗണ്ടന്റ് ആണ്. ഹല്ലേലൂയ. ട്രഷററാണ്, ഖജാൻജിയാണ്. ഇവൻ പോയാൽ മാത്രമേ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശു ഏത് കാര്യത്തിന് പറഞ്ഞു വിടുമ്പോഴും അവിടെ യൂദയുടെ നിയന്ത്രണമുണ്ട്, മേൽനോട്ടമുണ്ട്. കാരണം പണസഞ്ചി അവന്റെ കയ്യിലുള്ളത് കൊണ്ട്. അപ്പൊ യേശു ചെയ്യുന്ന സകല പ്രവർത്തികളും അറിയുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തിരുന്ന ഒരുവനാണ് യൂദ. അവസാന നിമിഷം യേശു ഭക്ഷണം പെസഹ കൊടുക്കപ്പെടുമ്പോൾ യേശു പറയുകയാണ്, എന്നോട് കൂടെ ഭക്ഷിക്കുന്നവനാണ് എന്നെ ഒറ്റിക്കൊടുക്കുവാൻ ഇടയാകുന്നത്. പ്രിയ സുഹൃത്തെ, നിന്റെ ജീവിതം തകർന്നിരിക്കുകയാണോ? നിന്നോട് കൂടെ ബിസിനസ് ചെയ്തവൻ നിന്നെ തളർത്തിയിരിക്കുകയാണോ? നിന്നോട് കൂടെ ജീവിച്ച വ്യക്തി, നിന്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നിന്നെ തകർത്തിരിക്കുകയാണോ? ഒറ്റിക്കൊടുത്തിരിക്കുകയാണോ? ഉപേക്ഷിച്ചിരിക്കുകയാണോ? വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണോ? തള്ളിക്കളഞ്ഞിരിക്കുകയാണോ? ഏതു മേഖലയിലാണ് നീ വീണു പോയിരിക്കുന്നത്? എവിടെയാണ് ഒറ്റപ്പെടൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? നിന്റെ രോഗനിമിത്തം സകലരും നിന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണോ? സാമ്പത്തിക തകർച്ച നിമിത്തം സകലരും നിന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണോ? ഏതു മേഖലയിലാണ് നീ തളർന്നു പോയിരിക്കുന്നത്? എവിടെയാണ് നീ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? എവിടെയാണ് നീ തള്ളിക്കളയപ്പെട്ടിരിക്കുന്നത്? തള്ളിക്കളഞ്ഞിരിക്കുന്നതിനെ മൂലക്കല്ലാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. പലരും നിന്നെ കൂടെ നടന്നിട്ട് ഉപേക്ഷിച്ചിരിക്കുമ്പോൾ, നിനക്ക് സമ്പത്തുണ്ടായിരുന്നപ്പോൾ കൂടെ നടക്കുവാൻ ആളുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ കൂടെ നടക്കുവാൻ ആളുണ്ടായിരുന്നു. സകലതും നഷ്ടപ്പെട്ടു പോയപ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ? വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് നിന്റെ സഹായിയായി നിന്നോട് കൂടെയുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാതെ, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും നിന്നെ ഒറ്റയ്ക്ക് വിടാത്ത ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. അതാണ് ക്രിസ്തു. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? യേശുവിനെ ഒറ്റക്കൊടുക്കുവാനായിട്ട് മഹാപുരോഹിതന്മാരുടെയും പരീക്ഷന്മാരുടെയും ഒക്കെ ഗ്രൂപ്പിൽ പെട്ടുപോയി യൂദ. 30 വെള്ളിക്കാശിന് യേശുവിനെ സ്നേഹ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുവാനായിട്ട് ഇടയായി തീരപ്പെട്ടു. പക്ഷേ യേശുവിനെ ഒറ്റിക്കൊടുത്തവൻ വചനം പറയുന്നു, അവൻ കെട്ടി ഞാന്ന്
ചത്തുകളഞ്ഞു. തൂങ്ങി മരിക്കേണ്ടുന്ന അവസ്ഥയാണ് അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. പാപത്തെക്കുറിച്ച് അനുദപിക്കുവാനുള്ള ഒരു അവസരം പോലും അവൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് അവന് കഴിയാതെ പോയി. കാരണം അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. ജീവിതത്തിലെ പാപത്തിൽ അവൻ വീണുപോയി, തകർന്നു പോയി. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിലേക്ക് നീ തകരപ്പെട്ട അനുഭവത്തിലിരിക്കുന്നുവോ? ആരൊക്കെയോ നിന്നെ ഉപേക്ഷിച്ച, നിന്നെ ഒറ്റിക്കൊടുത്ത, നിന്നെ വഞ്ചിച്ച, ചതിച്ച സാഹചര്യത്തിൽ നീ പെട്ടുപോയിരിക്കുന്നുവോ? നിന്നോട് കൂടെ നിൽക്കുവാൻ ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കുമ്പോൾ നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, നിന്റെ ഒറ്റപ്പെടലിൽ നിന്ന്, നിന്റെ തകർച്ചയിൽ നിന്ന്, നീ വീട് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നിനക്ക് എഴുന്നേൽക്കുവാനായിട്ട് കഴിയും. തകർന്നു പോയ ഉപജീവന മാർഗത്തെ, ബിസിനസ് മേഖലകളെ, കുടുംബ ജീവിതത്തെ, തകർന്നു പോയ വിദ്യാഭ്യാസത്തെ, തകർന്നു പോയ സ്നേഹബന്ധങ്ങളെ നിനക്ക് മടക്കി പിടിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നിന്റെ തകർച്ചകളെ തീർക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ, വീണിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടത് സകലതും നിനക്ക് തിരികെ പിടിക്കുവാനായിട്ട് കഴിയും. ആ ദൈവത്തിൽ ആശ്രയം വയ്ക്കാമോ? ഒറ്റപ്പെട്ടു പോയ ചിന്തകളെ മാറ്റിയിട്ട്, ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യങ്ങളെ മറന്നിട്ട്, തള്ളിക്കളഞ്ഞു എന്നുള്ള മനോഭാരങ്ങളെ, വ്യസനങ്ങളെ മാറ്റിവെച്ചിട്ട് ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ? ഹൃദയഭാരത്തെ അകറ്റി വെച്ചിട്ട് ദൈവത്തെ മുഖത്തേക്ക് നോക്കി, ആ കർത്താവിങ്കിലേക്കൊന്ന് നോക്കി, ആ കർത്താവിനെ ഒന്ന് മുറുകെ പിടിച്ച്, ആ ദൈവ കൃപയെ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാമോ? ഒറ്റപ്പെടല്, തള്ളിക്കളയുന്നത് ജീവിതത്തിൽ ഉണ്ടാകപ്പെടും. പത്രോസ് യേശുവിന്റെ കൂടെ നടന്നതാ. ഇവൻ ദൈവപുത്രൻ എന്ന യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവനാണ്. കടലിന്റെ മീതെ യേശു നടക്കുന്ന കണ്ടപ്പോൾ വിശ്വാസത്തോടുകൂടി ദൈവമുഖത്തേക്ക് നോക്കി എടുത്തു ചാടി ആ വെള്ളത്തിന്റെ മുകളിൽ നടന്നവനാണ്. പക്ഷെ യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ, യേശുവിനെ മാറി മാറി വിസ്തരിക്കുവാനായിട്ട് കൊണ്ടുപോകപ്പെടുമ്പോൾ, നിസ്സാരരായ സ്ത്രീകളുടെ മുന്നിൽ പോലും അവനെ ഞാൻ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്. ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്, നിലനിൽക്കുമെന്നുള്ള ധൈര്യമുണ്ട്. പക്ഷേ നിസ്സാരമായ ചില സാഹചര്യങ്ങളിൽ, ചില അവസ്ഥകൾ വന്നപ്പോൾ പെട്ടുപോയോ? ഒരു സർട്ടിഫിക്കറ്റിനു വേണ്ടി ദൈവത്തെ തള്ളി പറഞ്ഞുവോ? ഒരുപക്ഷെ കുറച്ച് രൂപയ്ക്ക് വേണ്ടി, ഒരു വിവാഹത്തിന് വേണ്ടി, ഒരു ഭവനത്തിന് വേണ്ടി, എന്തൊക്കെയോ ചില ഭൗതിക നന്മകൾക്ക് വേണ്ടി ദൈവത്തെ തള്ളി പറഞ്ഞുവോ? യേശുവിനെ മാറ്റി നിർത്തിയോ? ഞാൻ അവിടെ പോകത്തില്ല, ഞാൻ അവിടെ ആരാധിക്കുന്നില്ല എന്നൊക്കെ പറയേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നുവോ? പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒന്നിനു വേണ്ടിയും ദൈവത്തിനെ തള്ളിക്കളയരുത്, തള്ളിപ്പറയരുത്. ആ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. പത്രോസിന്റെ ജീവിതത്തിലേക്ക് യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് അവനൊരു അനുതാപം ഉണ്ടായപ്പോൾ, ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് ഒന്ന് കരഞ്ഞപ്പോൾ, ദൈവം അവന്റെ സ്ഥാനത്തേക്ക് അവനെ തിരികെ സ്വീകരിക്കുന്ന ഒരനുഭവമാണ് ഉണ്ടായത്. നീ വീണുപോയോ? തളർന്നു പോയോ? ദൈവകരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ച് ഒന്ന് മടങ്ങി വരുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ? പാപത്തെ ഓർത്ത് അനുദപിച്ച് ദൈവകരങ്ങളിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് തിരിച്ചു കയറുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ? വീണ് കിടക്കുന്ന അനുഭവത്തിലല്ല, അവിടെ നിന്ന് കയറി വരുന്ന അനുഭവത്തിലേക്ക് ഒന്ന് മടങ്ങി വരാമോ? ആരൊക്കെയോ നിന്നെ തള്ളിപ്പറഞ്ഞിട്ട് നീ വീണു പോയിരിക്കുന്നുവോ? ദൈവത്തെ നിനക്കൊന്ന് മുറുകെ പിടിക്കാമോ? തള്ളിക്കളഞ്ഞവരെ ഓർക്കണ്ട, അവർക്കെന്ത് പകരം ചെയ്യുമെന്ന് ഓർക്കണ്ട. പകരം ചെയ്യുന്നത് നിനക്കുള്ളതല്ല. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്തൊന്ന് മടങ്ങി വരുവാനായിട്ട്, നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. പലരും നിന്നെ തള്ളിപ്പറഞ്ഞേക്കാം, പലരും നിന്നെ ഉപേക്ഷിച്ചേക്കാം, പലരും നിന്നെ ഒറ്റക്കൊടുത്തേക്കാം. പക്ഷേ ദൈവത്തിങ്കിൽ ആശ്രയം വെച്ച് ദൈവത്തെ മുറുകെ പിടിക്കുന്ന ദൈവ പൈതലാണ് എങ്കിൽ ആർക്കും നിന്നെ തോൽപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. തള്ളിപ്പറയാം, പക്ഷെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. ഒറ്റക്കൊടുക്കാം, പക്ഷെ തോൽപ്പിച്ചു കളയുവാനായിട്ട് കഴിയത്തില്ല. നീ ദൈവത്തെ മുറുകെ പിടിച്ചാൽ അവിടെ നിന്ന് കയറി വരുവാനായിട്ട് കഴിയും. യൂദ യേശുവിനോട് കൂടെ ഇരുന്നു, അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. പത്രോസ് യേശുവിന്റെ കൂടെ നടന്നു, യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷെ ഒരു യോഹന്നാൻ ഉണ്ടായിരുന്നു, യേശുവിന്റെ കൂടെ നടന്നു, എപ്പോഴും യേശുവിന്റെ മാറോട് ചേരുവാനായിട്ട് ആഗ്രഹിച്ചു. യേശുവിന്റെ മാറോട് ചേർന്ന് നടക്കുവാൻ, ചേർന്നിരിക്കുവാൻ ആഗ്രഹിച്ച യോഹന്നാൻ, അവന്റെ ജീവിതത്തിലേക്കും തകർച്ചകൾ വന്നു.
ഒറ്റപ്പെടൽ വന്നു. പത്മോസിന്റെ ഏകാന്തതയിലേക്ക്, ആ ദ്വീപിലേക്ക് അവനെ ഒറ്റയ്ക്കാക്കി കളയുന്ന, അവനെ യേശു നിമിത്തം ആ പത്മോസിലേക്ക് അവനെ നാടുകടത്തുന്ന അനുഭവം കടന്നു വരപ്പെട്ടു. പക്ഷേ ആ ഒറ്റപ്പെടലിലായിപ്പോയ യോഹന്നാൻ യേശുവിന്റെ മാറോട് എപ്പോഴും ചേർന്നിരിക്കുവാനായിട്ട് ആഗ്രഹിച്ച സൗമ്യനായിരിക്കുന്ന ആ യോഹന്നാൻ ആ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ അവൻ യേശു തന്റെ മഹത്വത്തിൽ എഴുന്നള്ളുന്നതായ യേശുവിന്റെ രണ്ടാം വരവിന്റെ ദർശനങ്ങളാണ് പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരപ്പെട്ടത്. ഹല്ലേലൂയ. അവൻ തകർന്നു പോയി എന്നല്ല അവൻ ചിന്തിച്ചത്, ഒറ്റപ്പെട്ടു പോയി എന്നല്ല ചിന്തിച്ചത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവ വേലക്കാരുണ്ട്, യേശുവിൻ്റെ മക്കളുണ്ട്, അവർക്ക് എന്തു സംഭവിച്ചു? ആമേൻ. എൻ്റെ കൂട്ടുകാർക്ക് എന്തു സംഭവിച്ചു? ഭാരത്തോടുകൂടെ മറ്റുള്ളവർക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു യോഹന്നാനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. നിന്റെ തകർച്ചയിലും നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആമേൻ നിന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ പലരും ഉപേക്ഷിക്കുമ്പോൾ, തള്ളിപ്പറയുമ്പോൾ നീ അവർക്ക് വേണ്ടി പകരം ചെയ്യുകയല്ല, ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നിന്നോട് ആലോചന പറയുമ്പോൾ, ആമേൻ, നീ അങ്ങനെ രൂപാന്തരപ്പെട്ടു മടങ്ങി വരുമ്പോൾ, ആമേൻ, ആ തകർച്ചയിൽ നിന്ന് നിന്നെ കരകയറ്റുവാൻ നിന്നോട് കൂടെയുള്ള ഒരു ദൈവമുണ്ട്. യോഹന്നാൻ ഒറ്റപ്പെട്ടു പോയപ്പോഴും അവൻ ദൈവമുഖത്തേക്ക് തന്നെ ചാരി. യേശു കൂടെയുള്ളപ്പോൾ അവൻ യേശുവിന്റെ മാറോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിച്ചു. യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് യേശു ഉയർപ്പ് പ്രാപിച്ച് ആമേൻ പോയപ്പോൾ ഒരുപക്ഷെ നോക്കുമ്പോൾ ആരും ഇല്ലല്ലോ കൂടെ എന്ന് വിചാരിച്ചിട്ട് യേശുവിനെ വിട്ട് അകന്നു പോയില്ല. പിന്നെയോ അപ്പോഴും യേശുവിനോട് ചേർന്ന് നടന്നു. പരിശുദ്ധാത്മാവ് അവനെ നിയന്ത്രിച്ചു കൊണ്ടേയിരുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ ആത്മവിവശത അവന്റെ മേൽ കടന്നു വരപ്പെട്ടു. ആത്മാവിനോട് ചേർന്ന് ആമേൻ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുന്ന ഒരു അനുഭവം യോഹന്നാന്റെ ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ ആമേൻ അവൻ ആത്മവിവശതയിലായി. ആമേൻ സ്വർഗീയ കാഴ്ചകളെ ആമേൻ ഹല്ലേലൂയ അവൻ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എങ്കിൽ നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളെ നോക്കിയിരിക്കരുത്. അപ്പോഴും നീ ആത്മാവിനോട് ചേർന്ന് നടക്കണം. യേശുവിന്റെ ശക്തിയിൽ നീ ബലപ്പെടണം. യേശുവോട് ചേർന്ന് നടക്കണം. ആത്മസാന്നിധ്യത്തിൽ നീ നടക്കുമ്പോൾ നിന്റെ തകർച്ചകൾ മാറിപ്പോകും. ഹല്ലേലൂയ. വീണ് കിടക്കുന്ന സാഹചര്യങ്ങൾ മാറിയിട്ട് നിനക്ക് എഴുന്നേറ്റ് വരുവാനായിട്ട് ഇടയായി തീരപ്പെടുക. ഹല്ലേലൂയ. അതിന് കഴിയും. ആമേൻ. അതുകൊണ്ട് അവൻ യോഹന്നാനെ നോക്ക്, ആത്മവിവശതയിലായി അവൻ സ്വർഗീയ ദർശനത്തെ പ്രാപിച്ചു. ആമേൻ യേശുവിന്റെ വീണ്ടും വരവിനെയും ആമേൻ യേശു ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനെയും കുറിച്ച് ആമേൻ അവന് ദർശനം പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ. നീ തകർന്നിരിക്കുന്ന അനുഭവത്തിലാണോ? ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണോ? പലരും തള്ളിപ്പറഞ്ഞ്, പലരും ഒറ്റപ്പെടുത്തി ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് വ്യാകുലപ്പെടുന്ന അനുഭവത്തിലാണോ? നീ യേശുവിനോട് ചേർന്ന് കൊള്ളുക. നീ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു ആമേൻ ജീവിത വിജയത്തിലേക്ക് കടന്നു വരിക. എപ്പോഴും യേശുവിന്റെ മാറോട് തന്നെ ചേർന്ന് കൊള്ളുക, ചാഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. നിശ്ചയമായും ആത്മാവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നിന്നെ ഉയർത്തുന്ന ഫലങ്ങളെ നിനക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വേണമെങ്കിൽ യൂദയാകാം, നിനക്ക് വേണമെങ്കിൽ പത്രോസ് ആകാം, നിനക്ക് വേണമെങ്കിൽ യോഹന്നാൻ ആകാം. ആമേൻ. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും യേശുവിന്റെ മാറോട് ചേർന്നിരിക്കുന്ന യോഹന്നാനായി നിൽക്കണം. ആമേൻ. യേശുവിൽ നിന്നുള്ള ആത്മവിവശതയാൽ ദർശനങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരുവനായി നീ നിൽക്കണമെന്ന് കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആമേൻ നിനക്ക് ആ ദൈവത്തിന്റെ മാറോട് ചേരാമോ? യേശുവിന്റെ വചനത്തെ അനുസരിക്കാമോ? പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ആമേൻ ദൈവഹിതമുള്ള ജീവിതം നയിക്കാമോ? ആത്മാവ് നിന്നെ കുറിച്ച് ആമേൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. തള്ളിക്കളയുവാൻ ഒത്തിരി പേരുണ്ടായിരിക്കാം, ഒറ്റപ്പെടുത്തുവാനും പരിഹസിക്കുവാനും ആമേൻ പലതും പറയുവാനും ഒത്തിരി പേരുണ്ടായിരിക്കാം. ആമേൻ. നമ്മൾ അവരെ ശ്രദ്ധിച്ച് അവരുടെ പിന്നാലെ പോയി ജീവിതത്തെ നശിപ്പിക്കുന്ന, ഹൃദയത്തിൽ ഭാരപ്പെട്ട് ആമേൻ വ്യാകുലപ്പെട്ട് തകർന്നു പോകുന്ന അനുഭവത്തിലല്ല, ദൈവമുഖത്തേക്ക് മാത്രം ലക്ഷ്യം വെച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് ദൈവഹിതമുള്ള നല്ല ജീവിതത്തെ നയിക്കുന്നവരായി ലോകത്തിലായിരിക്കാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ കുറിച്ച് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നാം ആത്മാവിനാൽ നയിക്കപ്പെടണം, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. ആമേൻ. തകർന്നു പോകുവാനായിട്ട് പാടില്ല. സാഹചര്യങ്ങളെ നോക്കി ആമേൻ നാം ദൈവത്തെ തള്ളിപ്പറയുവാനായിട്ട് പാടില്ല. ആമേൻ. കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് പാടില്ല. ദൈവത്തെ തന്നെ മുറുകെ പിടിച്ച് ആത്മാവിനാൽ തന്നെ നാം നയിക്കപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നേറുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരപ്പെടും. ജഡത്തിൽ നിന്ന്
ആമേൻ. ജഡത്തിന്റെ പ്രവർത്തികളെ മാറ്റിയിട്ട് ആത്മാവിന്റെ പ്രവർത്തികളാൽ നമ്മെ നയിക്കപ്പെടണം. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായിട്ട് ദൈവം നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് ആ ദൈവസ്നേഹത്തിൽ, ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഗലാത്യർ 5:1 പറയുന്ന പോലെ ആമേൻ. ദൈവം നമ്മെ സ്വതന്ത്രരാക്കിയെങ്കിൽ, പിശാചിന്റെ അടിമനുഖത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചുവെങ്കിൽ, ആ അടിമനുഖത്തിലേക്ക് വീണ്ടും പോകാതെ യേശുവിന്റെ ആത്മാവിനാൽ സ്വാതന്ത്ര്യത്തോടുകൂടെ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പിശാച് നമ്മെ അടിമയാക്കരുത്. പാപത്തിന്റെ കുഴിയിലേക്ക് നമ്മൾ വീണു പോകരുത്. ദൈവഹിതമില്ലാത്ത പ്രവൃത്തികളിലേക്ക് നമ്മൾ ആയിപ്പോകരുത്. ആമേൻ. ദൈവഹിതം ഉള്ളത് ചെയ്ത്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്ത്, ആമേൻ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നിൽക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. യോഹന്നാൻ സുവിശേഷം 14 പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആമേൻ. ഞാൻ പോയി ആമേൻ, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആമേൻ. കർത്താവ് നമ്മെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ കർത്താവിനോട് കൂടെ പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഉള്ളവരായി നാം നിൽക്കുമോ? നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം നമുക്കൊരു ന്യായവിധിയുണ്ട്. അവനവൻ ചെയ്ത പ്രവൃത്തിയുമായിട്ട് ന്യായാസനത്തിന്റെ മുമ്പിൽ, ആമേൻ, വെള്ള സിംഹാസനത്തിൽ കർത്താവ്, ആമേൻ, നമ്മെ വിധിക്കുവാനിരിക്കുമ്പോൾ അതിന്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ സകല പ്രവർത്തികളുമായി ദൈവസന്നിധിയിൽ നമ്മൾ ചെന്ന് നിൽക്കും. ഹല്ലേലൂയ. പ്രവർത്തിക്ക് അടുത്തവണ്ണം ന്യായവിധി ഉണ്ടാകും. ആമേൻ. അതുകൊണ്ട് നമ്മുടെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ജീവിതങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ നിത്യത പ്രാപിക്കുവാനായിട്ട് കഴിയും. ലോകഹിതത്തിന് ഇഷ്ടപ്പെട്ട് ലോകത്തിന്റെ മോഹങ്ങളിൽ മനസ്സുവെച്ച് നമ്മുടെ കണ്ണിന് ഇഷ്ടപ്പെട്ടത്, നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത്, ആമേൻ, നമ്മുടെ ഹൃദയത്തിന്റെ ലൗകികമായ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ ഈ ജീവിതം കൊണ്ട് നമ്മൾ ഇവിടെ തീർന്നു പോകത്തില്ല. നരകത്തിലേക്ക്, നിത്യദണ്ഡനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ആമേൻ. ചിലർ പറയാറുണ്ട്, ഒരു ജീവിതമേ ഉള്ളൂ, ആമേൻ, അടിച്ചു പൊളിച്ച് ജീവിച്ചു തീർക്കുക എന്ന്. അല്ല, ആമേൻ, ജീവിതം ഒന്നേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ ഇതിനപ്പുറം ഒന്നുണ്ട്. മരണം എന്ന് പറയുന്നത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. അത് നരകത്തിലേക്കാകണമോ സ്വർഗത്തിലേക്കാകണമോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഹിതത്തെ ചെയ്തുകൊണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടവരായി, ദൈവഹിതം ചെയ്യുന്നവരായി നിൽക്കുകയും ആ നിത്യതയെ ലാക്കാക്കി ഓടുകയും നിത്യതയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് നമ്മെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മെ വിട്ടുകൊടുത്തുകൊണ്ട്, ദൈവഹിതം ചെയ്യുന്ന അനുഭവത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലത് തെരഞ്ഞെടുക്കാം. ആമേൻ. ജീവനും നാശവും നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ തെരഞ്ഞെടുക്കുന്നത് നല്ലതാകട്ടെ, ദൈവഹിതമാകട്ടെ. ആമേൻ. ചിലതിനെയൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ദൈവഹിതമില്ലാത്തത്, ആമേൻ, പിശാച് നമ്മുടെ മുന്നിൽ ഒരുക്കുന്ന, ആമേൻ, ലോകത്തിന്റെ മോഹങ്ങൾ, വെള്ളത്തിന്റെ കുമിള പോലെ മിന്നി വരുന്നതായ മോഹങ്ങൾ, അതിനെയൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ദൈവഹിതത്തെ പിൻപറ്റി, ആമേൻ, ദൈവാത്മാവിന് അനുസരിച്ച് നടന്ന് ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ നല്ല തിരുവചനത്തിനായി സ്തോത്രപ്പ. യേശുവേ, പലരും ഒറ്റിക്കൊടുക്കുമ്പോഴും പലരും തള്ളി പറയുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. യേശുവേ, അതുപോലെ തന്നെ ആമേൻ, പലതിനു വേണ്ടിയും ദൈവത്തെ ഒറ്റിക്കൊടുക്കുമ്പോൾ, പലതിനു വേണ്ടിയും ദൈവത്തെ തള്ളിക്കളയുമ്പോൾ, ആമേൻ, ദൈവത്തെ തള്ളിക്കളയാതെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കർത്താവ് ഞങ്ങളോട് ആലോചന പറഞ്ഞതിനായി സ്തോത്രം. യേശുവേ, വചനം കേട്ട ഓരോ മക്കളുടെ മേലും അങ്ങയുടെ പ്രവൃത്തി അയക്കണമേ. അങ്ങയുടെ വചനത്താലുള്ള ശുദ്ധീകരണം അവരുടെ ഹൃദയങ്ങളിൽ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഒന്നിനു വേണ്ടിയും കർത്താവിനെ തള്ളിക്കളയാതെ, ഒന്നിനു വേണ്ടിയും ദൈവത്തെ ഒറ്റിക്കൊടുക്കാതെ, പരിശുദ്ധാത്മാവെ, ഒരിക്കലും ആമേൻ, ഇവരുടെ ജീവിതത്തിൽ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ആമേൻ പിശാചിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഇവർ ഒരിക്കലുമായി പോകാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, ദൈവഹിതം ചെയ്യുവാൻ, ഇവർ നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, നന്മയും തിന്മയും ജീവിതത്തിൽ അവർക്ക് മുന്നിൽ വെച്ചിരിക്കപ്പെടുമ്പോൾ നന്മ തെരഞ്ഞെടുക്കുവാനും തിന്മയെ തള്ളിക്കളയുവാനും പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിത്യതയിൽ എത്തട്ടെ, ദൈവകൃപ അനുഭവിക്കട്ടെ, ദൈവിക പദ്ധതി ഇവരിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അതിനായി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവർ പുതിയ ശക്തിയോടുകൂടെ, പുതിയ ബലത്തോടുകൂടി ലോകത്തിൽ യാത്ര ചെയ്യട്ടെ. ലോകത്തിലേക്ക് പറ്റിപ്പോകാതെ, ലോകമോഹങ്ങളിൽ വീണു പോകാതെ ദൈവത്തിന്റെ ബലത്തിൽ ഇവർ യാത്ര ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് യേശുവിൻ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ തന്നെ ഇവരുടെ തകർച്ചകൾ മാറട്ടെ, ഒറ്റപ്പെടലുകൾ മാറട്ടെ.
ആമേൻ. ദൈവകൃപയിൽ ഇവർ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ ദൈവകൃപയിൽ ഇവർ നിൽക്കുവാൻ അങ്ങ് സഹായിക്കും. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.